വിജയികൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മളെ ഈ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് യൂത്ത് ക്ലബിന്റെ കീഴില് എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ളത് പോലെ തന്നെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. സമയത്തിന്റെ പരിമിതി മൂലം കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്കറിയാം, നമ്മുടെ ഈ കുളമംഗലം ജംഗ്ഷൻ CH നഗർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് പ്രദേശവാസികളും മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ യൂത്ത് ക്ലബ്ബ്. ഈ ക്ലബിന്റെ കീഴിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിജയം വരിച്ച കുട്ടികൾക്കുള്ള മൂവൻറ്റോ വിതരണം, അതുപോലെ തന്നെ സ്പോർട്സ്, ഫുട്ബോൾ പരിശീലനം പലതും നമ്മൾ ഇതിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മളെ ഈ പരിപാടിയിലേക്ക് നമ്മളെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മളെ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്നോബിയ അവർകളെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 20ാം വാർഡ് മെമ്പർ റുബീന നൂറു, അവരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് നമ്മൾ 5ാം വാർഡിലെ മെമ്പറെ സായിന ബഷീറിനെ ക്ഷണിച്ചിരുന്നു. എന്തോ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവർക്കും അവരുടെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് തിളക്കമേകിക്കൊണ്ട് ഇവിടെ ഉന്നത വിജയം നേടി നമ്മളെ മൊമെന്റോ സ്വീകരിക്കാൻ എത്തിച്ചെന്ന വിദ്യാർത്ഥികളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലബിന്റെ ഈ പരിപാടിയുമായി സഹകരിച്ച, ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധം നൽകിയ ഈ ക്ലബിന്റെ എല്ലാ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ കാരണവന്മാര് നമ്മുടെ ഈ പരിപാടി, ഈ ക്ലബിന്റെ എല്ലാവിധ പരിപാടിക്കും പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മളോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ കാരണവന്മാര് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഈ ക്ലബിന്റെ പ്രഗുണനായ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എന്ന മാനുവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ഈ യൂത്ത് ക്ലബിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇവിടെ ചുറ്റുപ്രദേശത്തുള്ള, എനിക്ക് തോന്നുന്നു അതുപോലെ നമ്മുടെ 20ാം വാർഡ് മെമ്പർ റുബീന, നമ്മുടെ ഈ ക്ലബിന്റെ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ ഒരു ക്ലബിന്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടായി. എനിക്ക് തോന്നുന്നു ഇവിടെ വ്യത്യസ്തമായി കാണുന്നത് നമ്മൾ ഒരു യൂത്ത് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രാദേശികമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മളിതിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെയാണ് നമ്മളിതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തിന്റെ സാമൂഹ്യ സാംസ്കാരികമായ മേഖലകളിലൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ അതുകൊണ്ട് തന്നെ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തിന്റെ SLC വിജയിച്ചിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയാണെന്ന് പലപ്പോഴും നമ്മൾ ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾ നമുക്കറിയാം. ഇപ്പൊ കുറച്ചായിട്ട് അതിനൊരു എതിരായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഒരു കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഫുൾ A+ കിട്ടിയ കുട്ടികളെ റിസൾട്ട് അറിയണ ദിവസമാണെങ്കിലും ഈ ഫുൾ A+ കിട്ടിയ കുട്ടികളാണ് ഈ കാര്യം എല്ലാവരും സ്റ്റാറ്റസ്. പക്ഷെ അതിന്റെ ഇടയിൽ ചിലപ്പം ഒരു A+ കിട്ടിയ കുട്ടി ഉണ്ടാവാം, 2 A+, അല്ലെങ്കിൽ 2 പിന്നെ 3 A+ കൊണ്ട് ഫുൾ A+ കിട്ടാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് മാനസിക പ്രയാസമുള്ളവരെ നമ്മൾ കാണാറുണ്ട്. എല്ലാവർക്കും ഒന്നൊരു പക്ഷെ ഇതുകൊണ്ട് ഫുൾ A+ കിട്ടിയ കുട്ടികളെ പിന്നെ താഴ്ത്തി കെട്ടാന്നല്ല കേട്ടോ പറയണത്. പക്ഷെ എപ്പോഴും നമുക്കറിയാം, എല്ലാവർക്കും എല്ലാപ്പോഴും ഫുൾ A+ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കഴിവുണ്ടാവാൻ ഉണ്ടാവില്ല. പക്ഷെ അവരെ കൊണ്ട് കഴിയണ രീതിയിൽ പഠിച്ച് അവരവരെ മക്കൾക്ക് കിട്ടിയ അതല്ലെങ്കിൽ ഫുൾ അല്ലെങ്കിൽ പോലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ പഠിച്ച് വാങ്ങിയ വിജയത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം.
അതുകൊണ്ട് തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഫുൾ A+ എന്നുള്ളതല്ലാതെ ഈ ഒരു പ്രദേശത്തിന്റെ എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവരെ കൂടി ആദരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതിന്റെ വലിയ ക്ലബിന്റെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഏതായാലും ഈ മക്കൾക്ക് ഇനിയും നമ്മുടെ ക്ലബ്ബ് വഴി തന്നെ അവരുടെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് അവരെ ആദരിക്കാനും ഈ സമൂഹത്തിനും വീടിനൊക്കെ ഗുണകരമായി തീർന്നിട്ടുള്ള മക്കളാവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കും. നമ്മളെ 20ാം വാർഡിന്റെ മെമ്പർ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി ആശംസിച്ച് സംസാരിക്കും. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രസിഡന്റ്, പിന്നെ ഈ ക്ലബിന്റെ ഭാരവാഹികള്, ഇവിടുത്തെ പ്രദേശവാസികള്, ഈ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴില് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നു. SSLC ഫുൾ A+ നേടിയ മുഹമ്മദ് സാബിൻ. +2 ഫുൾ A+ നേടിയ ഹിബ ജലി. ആദിൽ KP. ശ്രീരാഗ് KP. 10ാം ക്ലാസ് വിജയം. മുനവർ 10ാം ക്ലാസ്. മുഹമ്മദ് ശ്രീരാഗ്. മുഹമ്മദ് സാബ്. സയ്യിദ് സാബ്. നമസ്കാരം. നമ്മുടെ ക്ലബിന്റെ കീഴിൽ തുടർന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. ഇതിന് നമ്മുടെ ആദരണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനോബിയ നമ്മുടെ മൊമെന്റ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് അവർക്ക് നമ്മുടെ ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ 20ാം വാർഡ് മെമ്പർ ശ്രീമതി റുബീന നൂറും നമ്മുടെ മൊമെന്റ് വിതരണം അവർക്കും നമ്മുടെ ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവർക്കും മൊമെന്റ് സ്വീകരിച്ച നമ്മുടെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.